ഹലോ ഗായ്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത് ഗപ്പികളുടെ തീറ്റയെക്കുറിച്ചും അതിനെ എങ്ങനെയാണ് വളർത്തേണ്ടതും അതിനെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയ രീതിയിൽ ചെയ്തേക്കുന്ന ഒരു ഗപ്പിയെ വളർത്തുന്ന ഒരു സെറ്റപ്പാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാനൊരു കന്നാസ് എടുത്തിട്ട് അത് മുറിച്ചിട്ട് അതിനെ പകുതി വെച്ച് മുറിച്ചിട്ട് അതിനകത്തൊരു നമ്മുടെ ഈ സാധാ ടാർപോളിനില്ലേ, അത് വെച്ചിട്ട് നമ്മുടെ മണലും ഒക്കെ നിറച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ മണി പ്ലാന്റ് പോലത്തെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ചുമ്മാ അലങ്കരിച്ചിട്ടേ ഉള്ളൂ. ഇപ്പം ഇവിടെ കാണുന്ന കണ്ടില്ലേ, ഇതിനകത്ത് ഞാൻ ആമ്പലിൻ്റെ ഒരു വിത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എൻ്റെ ഒരു സെറ്റപ്പാണ്. പല പല രീതിയിൽ ഞാൻ ചെറിയ രീതിയിൽ ചെയ്യുന്ന ഒരു ഗപ്പി വളർത്തലാണിത്. ഇത് ഒരു ബക്കറ്റ് അവിടെ കിടന്നായിരുന്നു, അപ്പോൾ ആ ബക്കറ്റ് ആവശ്യമില്ലാത്തതായതുകൊണ്ട് അതിനകത്ത് ചെറിയ രീതിയിൽ ചെയ്ത് വെച്ചിരിക്കും. നമുക്കിതിനു വേണ്ടി ഒരുപാട് സമയമൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഒത്തിരി ഇൻവെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കത് അതുപോലെ കെയറൊക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളൊരു ഗപ്പി പ്രാന്തനാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രാന്ത് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ഈ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇതൊരു ബാറ്ററി പെട്ടിക്കകത്ത് ഞാൻ മണ്ണ് നിറച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അക്വേറിയം കല്ലുണ്ടല്ലോ അതൊക്കെ നിറച്ചിട്ടാണ് ഞാൻ ഈ ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ സാധാ മീൻപെട്ടി ഉണ്ടല്ലോ, മീൻപെട്ടിക്കകത്ത് നമ്മൾ ചെറിയ ഇത് ചെയ്തേക്കുന്ന ഒരു ഇതാണ്. നമ്മൾ നമ്മുടെ ഈ കണ്ടത്തിലൊക്കെ കാണുന്ന പായൽ, മുള്ളം പായൽ, ആ പായൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ അതിനകത്ത് കൊണ്ട് ഇട്ടിട്ട് വെള്ളമൊക്കെ നിറച്ചിട്ട് ഒരാഴ്ചയോളം അങ്ങനെ നമ്മളിടും. എന്നിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ ഒരു 5 ദിവസം നല്ലൊരു വെള്ളത്തിനകത്ത് വെച്ചിട്ട് പിന്നെയാണ് നമ്മൾ മീനെ ഇറക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന അഴുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി നാളായി വെള്ളം മാറി. എൻ്റെ മീൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ ഇട്ടാനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ അഴുക്കൊക്കെ ഇത് അബ്സോർവ് ചെയ്യുക, അതിന് ന്യൂട്രീഷ്യൻസായിട്ട് അത് കിട്ടുകയും അത് വളരുകയും ചെയ്യും. ഇതിനകത്തുനിന്ന് ഒത്തിരി മുള്ളം പായലുകൾ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് ഇങ്ങനെ ഒത്തിരി വളർന്നു കയറിയതാണ്. അപ്പോൾ ഈ കാണുന്ന ഈ വാട്ടർപെട്ടിയുടെ ഇതിനകത്താണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അതിനകത്ത് മീനുണ്ട്. അടിയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു ഓടിൻ്റെ കഷ്ണമാണ്. ഞാൻ എല്ലാത്തിനും ചെറിയ രീതിയിൽ ഓടിൻ്റെ കഷ്ണം ഇടാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് മീനൊരു ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ബക്കറ്റിനകത്തൊക്കെ ആണെങ്കിലും മീനെ ഒന്ന് ഒളിച്ചിരിക്കാനും അല്ലെങ്കിൽ ഒന്ന് ചൂടിൽ നിന്ന് പ്രതിരോധിക്കാനും പെട്ടെന്നൊരു ഇത് കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ നമ്മൾ കല്ലോ അല്ലെങ്കിൽ ഓടാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിനനുസരിച്ച് തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മെയിൻലി ഇത് വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ മിക്സഡ് ഗപ്പീസാണ്, പകുതി മുക്കാലും. ഞാൻ ഈ അക്വേറിയം കടയിൽ നിന്നൊക്കെ നമ്മൾ ഈ മിക്സഡ് ഗപ്പീസ് ഉണ്ട് അങ്ങനെ മേടിക്കുന്നതാണ്. ഞങ്ങളുടെ ഇവിടുത്തെ അക്വേറിയം കടയിൽ മിക്സഡ് ഗപ്പിയെ നമുക്ക് ഒരു 40 രൂപ 50 രൂപ റേഞ്ചിലും കിട്ടും. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് കൊള്ളാവുന്നതും കാണും, പിന്നെ വില കുറഞ്ഞതും കാണും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ബ്രീഡ് ചെയ്തെടുക്കുന്നതാണ്. ഇതിലിപ്പോൾ നീ കാണുന്ന കണ്ടില്ലേ, ഇതെല്ലാം മിക്സഡ് ഗപ്പീസാണ്. ഇതിന് എനിക്ക് അതിന് മാത്രം ചിലവൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ പല ഘട്ടങ്ങളിലായിട്ടാണ് ഇത്രയും ഇതാക്കി. ഒരുമിച്ചല്ല ഞാൻ എല്ലാം കൂടെ സെറ്റപ്പ് ആക്കിയത്. ആദ്യം ഞാൻ സെറ്റപ്പ് ആക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങളെ പറഞ്ഞില്ല, ആദ്യം വീഡിയോ തുടങ്ങിയ സമയത്ത് കാണിച്ചില്ലായിരുന്നു. ഒരു കന്നാസ് ഞാൻ നടുക്കൂടെ മുറിച്ചിട്ട് ടാർപോളിൽ ഇറക്കി വെച്ച്, അതായിരുന്നു ഞാൻ ആദ്യം സെറ്റപ്പ് ആക്കി. പിന്നെ എൻ്റെ ഇരുന്ന ബാറ്ററി പെട്ടിയായിരുന്നു ആദ്യം ഞാൻ മീൻ വളർത്തിക്കൊണ്ടിരുന്ന സമയത്തുള്ള ബാറ്ററി പെട്ടിയായിരുന്നു. അത് പിന്നെ എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് സെറ്റപ്പ് ആക്കിയതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇത് നമ്മുടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കൃഷി എന്ന് വേണമെങ്കിൽ പറയും. ഇപ്പം ഞാനിത് വളർത്തുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ രീതിയിൽ കൊടുക്കാറുണ്ട് മീനെ, പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ മണ്ടയ്ക്ക് കാണുന്നുണ്ടല്ലേ ടാർപോളിൻ, ഇത് ഞാൻ കെട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് മഴ കൊള്ളിക്കരുത് ഗപ്പിയെ ഒരിക്കലും. മഴ കൊള്ളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ pH വേരിയേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വരും. ഇപ്പോൾ ഞാൻ മഴ കൊള്ളിക്കാത്തത് കൊണ്ടും ഈ ക്ലൈമറ്റ് ഒരുമാതിരി അങ്ങനെ ചേഞ്ച് ആയാലും അല്ലെങ്കിൽ മഴയുടെ pH കൊണ്ട്
മഴയുടെ വെള്ളത്തിൻ്റെ പി എച്ച് കൊണ്ട് നമ്മുടെ വെള്ളത്തിൻ്റെ പി എച്ച് മാറാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ പണ്ടൊക്കെ നേരത്തെ ഡയറക്റ്റ് മഴയുടെ കീഴിൽ വെക്കുന്ന സമയത്തൊക്കെ ആയിരുന്നു മീനൊക്കെ ഒത്തിരി ചത്തുപോകാനും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാനും ചാൻസസ് ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പം ഞാനിങ്ങനെ ടാർപോളിനൊക്കെ കെട്ടിയുണ്ട്. ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറുമില്ല. എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ നാട്ടിലില്ലെങ്കിലും എൻ്റെ പേരൻസിനാണെങ്കിലും ഇപ്പം എൻ്റെ പേരൻസാണ് ഇതിനൊക്കെ തീറ്റ കൊടുക്കുന്നത്. ഞാനിപ്പോൾ നാട്ടിലില്ലെങ്കിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതെല്ലാം എൻ്റെ പേരൻസാണ്. ഇതിനകത്തൊരു ആമ്പലിൻ്റെ ഒരു ഇതിട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ വെച്ചിട്ട് എല്ലാത്തിനും ഞാൻ വളർത്തുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഒന്ന് കിളിച്ച് വന്നതാണ്. പിന്നെ ഈ മീനൊക്കെ നമ്മൾ അറിയാമല്ലോ, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ അത് ഒന്ന് ഇതോടായി പോകും. എന്നാലും കിളിച്ച് വരും. അതിൻ്റെ അരി ഒരിക്കലും അതിൻ്റെ ആ വിത്ത് നിങ്ങൾ ഒരിക്കലും അകത്ത് മാറ്റാതിരിക്കും. ഇപ്പോൾ തന്നെ ഈ കാണുന്നത് മീൻ ഞാൻ ഈ ചെറിയ രീതിയിലുള്ള ഒച്ചില്ലേ, അതിന് ഞാൻ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തേക്കുന്നതാണ്. ഒച്ചെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന് ഈ സൈഡിലൊക്കെ കാണുന്ന ഒച്ചില്ലേ മീനിൻ്റെ, അത് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുത്തേക്കുന്നത്. എല്ലാ മീനും കഴിക്കണമെന്നില്ല. നിങ്ങളുടെ മീനിൻ്റെ ഏത് ഐറ്റമാണ്, നിങ്ങളുടെ മീൻ കഴിക്കുന്നതാണോ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഞാൻ വല്ലപ്പോഴും ഇട്ട് കൊടുക്കാറുള്ളൂ. അത് എങ്ങനെ എപ്പോഴും ഉള്ള തീറ്റയൊന്നും അല്ല ഞാൻ കൊടുക്കുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ കൊടുക്കുന്ന ഗപ്പി വിറ്റും പിന്നെ ഫ്ലേക്സും കൊടുക്കാറുണ്ട്. അത് നിശ്ചിത അളവിനെ കൊടുക്കാറുള്ളൂ. എപ്പോഴും തീറ്റ കൊടുക്കാറില്ല, രാവിലെ മാത്രം കുറച്ച് കൊടുക്കാറുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ ഒരു ഗപ്പി വളർത്തലിൻ്റെ ഒരു റിവ്യൂ ആണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.